ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളിലേക്ക് വീണ്ടും നടി ആക്രമിച്ച കേസിൽ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. എൻ കെ ഷിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, ഈ നേരത്തെ ദിലീപിനെ അടക്കം വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മേൽക്കോടതിയിലേക്ക് സർക്കാർ നീങ്ങുന്നത്. അതിപ്പോൾ ഹൈക്കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വിവരങ്ങൾ എങ്ങനെയാണ് ഷിജു? തീർച്ചയായും ഈ കേസിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന നടിയുടെ വളരെ വലിയൊരു പരാതി നിലനിൽക്കുകയാണ്. സർക്കാർ ഈ കേസിൽ അപ്പീലുമായി മുന്നോട്ട് പോകുന്നത്. ആ നടിയുടെ അപ്പീൽ, അതായത് വിക്ടിം അപ്പീൽ എന്ന നിലയിൽ അവർക്ക് അപ്പീലുമായി കോടതിയിൽ വരാം. പക്ഷേ അവർ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് ടൈം ബാറില്ല. പക്ഷേ സർക്കാരിന് ടൈം ബാർ ഉണ്ടായിരുന്നു. അവർ ഈ വരുന്ന മാർച്ച് 8-നായിരുന്നു സർക്കാരിന്റെ അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. അതിനു മുമ്പ് തന്നെ സർക്കാർ അപ്പീൽ നൽകി. ഈ അപ്പീലിൽ പ്രധാനമായും പറയുന്നത് പല തെളിവുകളും പരിശോധിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വലിയ വീഴ്ച പറ്റി എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ദിലീപിന് അനുകൂലമായി പല കാര്യങ്ങളും, അതായത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പല കാര്യങ്ങളും ദിലീപിന് അനുകൂലമായി വളച്ചൊടിക്കുകയോ അത് തമസ്കരിക്കുകയോ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണം. ഈ മുഴുവൻ പ്രതികളുടെയും, അതായത് ശിക്ഷിച്ച പ്രതികളുടെ കാര്യത്തിൽ, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് കോടതി തന്നെ കണ്ടെത്തി. പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി 20 വർഷം തടവാണ്. അതുകൊണ്ട് ആ തടവ് ഉയർത്തണം എന്ന ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ഈ അപ്പീലിലുണ്ട്. ഈ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്ത നടപടി ഞെട്ടിക്കുന്നതാണ് വിചാരണ കോടതിയുടെ ഭാഗത്തുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ അപ്പീലിൽ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലെത്തി എന്നതിന്റെ വളരെ സുപ്രധാനമായ തെളിവായിരുന്നു ദിലീപിന്റെ സഹോദരന്റെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സീൻ ബൈ സീൻ വിവരണം. അത് സാധാരണഗതിയിൽ കോടതിയുടെ അനുമതിയോടുകൂടി കണ്ട ഒരാൾക്ക് അത് എഴുതിയെടുക്കാനാകില്ല. 6 പേജുള്ള ആ തെളിവ് സുപ്രധാന തെളിവാണ്. അതായത് ദൃശ്യം നേരിട്ട് കാണാതെ ഒരാൾക്ക് അത് എഴുതിയെടുക്കാനാകില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ അപ്പീലിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സീൻ ബൈ സീൻ വിവരണം ദിലീപിന്റെ സഹോദരന്റെ ഫോണിൽ നിന്ന് കിട്ടിയെങ്കിലും അത് സ്വീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. മാത്രമല്ല, വളരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പല തെളിവുകളും നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിക്കളയുന്നത് എന്ന കാര്യം കൂടി അപ്പീലിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു. ഇനി ദിലീപിനടക്കമുള്ള പ്രതികൾക്ക് ഇന്ന് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവായിട്ടുണ്ട്. അത് നെടുമ്പാശ്ശേരി SHO വഴി, അതായത് 4 പ്രതികളെയാണ് ഇതിൽ വെറുതെ വിട്ടത്. ദിലീപ്, ശരത്ത്, അതുപോലെ ചാർലി ഉൾപ്പെടെയുള്ള 4 പ്രതികളെയാണ് ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. ആ പ്രതികൾക്ക് നെടുമ്പാശ്ശേരി SHO വഴിയും അതുപോലെ ജയിലിലുള്ള പ്രതികൾക്ക് സൂപ്രണ്ട് വഴിയും നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നമസ്കാരം കൂട്ടുകാരെ. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി വിധി വന്നപ്പോൾ നമ്മളൊക്കെ കരുതിയത് എന്താണ്? വലിയൊരു അധ്യായം തന്നെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച 300 പേജുള്ള ആ ഒരു അപ്പീൽ വായിക്കുമ്പോൾ സംഗതി വീണ്ടും സങ്കീർണമാവുകയാണ്. ഈ അപ്പീലിൽ സർക്കാർ പ്രധാനമായിട്ട് വിരൽ ചൂണ്ടുന്നത് വിചാരണ കോടതിക്ക് പറ്റിയ 3 വലിയ വീഴ്ചകളിലേക്കാണ്. ഒന്ന് എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളിലെ അവഗണനയായിരുന്നു. അതായത് ഒരു കേസിലെ ശാസ്ത്രീയ തെളിവുകൾക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്കറിയാം. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരായ ചില ഓഡിയോ ക്ലിപ്പുകളും ഡിജിറ്റൽ തെളിവുകളും വിചാരണ കോടതി അന്ന് നിസ്സാരമായിട്ട് അത് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ഇത് നിയമപരമായിട്ട് വലിയ തെറ്റാണ് എന്നാണ് സർക്കാരിന്റെ വാദം. തെളിവുകളെ അതിന്റെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന് സർക്കാർ തുറന്നു പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസാണ് ഗൂഢാലോചന എന്നുള്ള കുരുക്ക്. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പരസ്യമായിട്ട് നടക്കുന്ന ഒന്നല്ല. അത് രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ സാഹചര്യ തെളിവുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. വിചാരണ കോടതി ദിലീപിനെ വെറുതെ വിടാൻ പറഞ്ഞ കാരണം ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള തെളിവില്ല എന്നതുള്ളതാണ്. പക്ഷേ സാഹചര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ടും അത് കണക്കിലെടുക്കാത്തത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് എന്നാണ് അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നത്. 3 എന്ന് പറയുന്നത് സാക്ഷികളുടെ വിശ്വാസ്യതയാണ്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന പല സാക്ഷിമൊഴികളും വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് കോടതി അത് തള്ളിക്കളഞ്ഞു. കുറ്റവാളികൾക്ക് അന്യായമായിട്ടുള്ള ആനുകൂല്യം ലഭിച്ചോ എന്നും പരിശോധിക്കണമെന്നാണ് സർക്കാർ അപ്പീലിൽ ആവർത്തിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇപ്പോഴും പറയുന്നത് താനാണ് ഈ കേസിലെ യഥാർത്ഥ ഇര എന്നാണ്. മഞ്ജു വാര്യരുടെ ഇടപെടലാണ് തന്നെ കുടുക്കിയത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറാണ്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും ദൃശ്യങ്ങൾ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം നൽകിയ മൊഴികളും ഓഡിയോ ക്ലിപ്പുകളൊന്നും വിചാരണ കോടതി വേണ്ടത്ര പരിഗണിച്ചില്ല എന്നതാണ് ഈ ഒരു സർക്കാരിന്റെ പ്രധാന ഒരു പരാതി എന്ന് പറയുന്നത്. ഈ ഓഡിയോകളിലെ ശബ്ദം ദിലീപിന്റെ തന്നെയാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടും കോടതി അത് തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് സർക്കാരും ചോദിക്കുന്നത്. അതുമാത്രമല്ല, ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെ വീണ്ടും സാക്ഷിയായിട്ട് വിസ്തരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ദിലീപിന്റെ നടിയോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ആശ്രയിച്ചത് ഇത്തരം മൊഴികളെയാണ്. എന്നാൽ ഈ മൊഴികളിലെ വിശ്വാസ്യതയെ വിചാരണ കോടതി ചോദ്യം ചെയ്തിരുന്നു. കേസിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒന്നാണ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടത്. ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതും മറ്റും വലിയ ചർച്ചയായിരുന്നു. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആരൊക്കെ കണ്ടോ, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതിലേക്ക് വിചാരണ കോടതിയുടെ ഒരു അന്വേഷണം വേണ്ടത്ര എത്തിയിരുന്നുമില്ല. ഇതും അപ്പീലിലെ ഒരു പ്രധാന പോയിന്റ് തന്നെയാണ്.
പിന്നെയുള്ളതാണ് സാക്ഷികൾ കൂട്ടത്തോടെ പിന്മാറിയ എന്നുള്ള കേസ്. അതായത് ഈ ഒരു കേസിന്റെ തുടക്കത്തിലെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് മൊഴി നൽകിയ പല സിനിമാ താരങ്ങളും പിന്നീട് അത് കോടതിയിൽ അത് മാറ്റുകയുണ്ടായി. ഇത്തരത്തിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയത് കേസിനെ എങ്ങനെ ബാധിച്ചു എന്നും അതിന്റെ പിന്നിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്നും ഹൈക്കോടതി പരിശോധിക്കണം എന്നാണ് സർക്കാരിന്റെ ആവശ്യം. എന്തായാലും ഈ കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും പറയാനാകില്ല. ഒന്ന് ദിലീപ്, 2 മഞ്ജു വാര്യർ, 3 കാവ്യ മാധവൻ. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഈ കേസിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ദിലീപും കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരുടെ ഈ ഒരു നടി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം. ഇതിലെ ചില പോയിന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് മഞ്ജു വാര്യരുടെ റോൾ എന്തായിരുന്നു? മഞ്ജു വാര്യർ നൽകിയ മൊഴിയിൽ മഞ്ജു ഉറച്ചു നിന്നു. കുടുംബ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾക്ക് കാരണം നടിയുടെ ഇടപെടലാണെന്ന് മഞ്ജു കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് വെറും വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണമാണോ അതോ ഗൂഢാലോചനയ്ക്ക് കാരണമായിട്ടുള്ള കൃത്യമായിട്ട് തെളിവാണോ എന്നതിലാണ് വിചാരണ കോടതിക്ക് സംശയമുണ്ടായിരുന്നത്. രണ്ടാമത്തെ ആളാണ് കാവ്യ മാധവൻ. അതായത് കേസിലെ മാഡം എന്ന പേരിൽ ആദ്യം മുതലേ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കാവ്യയുടെ കടയായ ലക്ഷ്യയിലേക്ക് പൾസർ സുനി എത്തി എന്നുള്ള മൊഴികളൊക്കെ അത് വന്നതുകൊണ്ട് കാവ്യയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗൂഢാലോചനയിൽ കാവ്യയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. പിന്നെ ദിലീപിന്റെ വാദമാണെങ്കിലോ തന്റെ കുടുംബം തകർത്തത് നടിയാണെന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ ദിലീപ് തിരിച്ചടിക്കുന്നത് തന്നെ കേസിൽ കുടുക്കാൻ മഞ്ജു വാര്യർ ഗൂഢാലോചന നടത്തി എന്നതാണ്. ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ട നടി നീതി തേടി അലയുന്നത്. ഈ അപ്പീലിൽ സർക്കാർ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഓരോ ബന്ധങ്ങളെയും അവ സൃഷ്ടിച്ച സാഹചര്യങ്ങളെ കോടതി വീണ്ടും ആഴത്തിൽ പരിശോധിക്കണം എന്നാണ്. കേവലം ഒരു പൾസർ സുനി സ്വന്തം നിലയ്ക്ക് ചെയ്ത ക്രൂരതയല്ല ഇത്, മറിച്ച് അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടെന്നാണ് സർക്കാർ ഉറപ്പിച്ച് പറയുന്നത്. സത്യത്തിൽ ഈ കേസിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നതും ഈ ഒരു ഡിജിറ്റൽ തെളിവുകളുടെ, അതായത് കോടതി സമീപിച്ച ഒരു രീതി തന്നെയാണ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾക്ക് മറ്റു മൊഴികളെക്കാൾ വ്യക്തതയുണ്ടിത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകൾ വെറും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് മാറ്റി നിർത്തുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. കാരണം ഒരു ഗൂഢാലോചന കേസിലെ ഇത്തരം റെക്കോർഡിങ്ങുകൾ അത്രമേൽ നിർണായകമാണ്. നടി, ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഇവർക്കിടയിലെ കുടുംബപരമായിട്ടുള്ള തർക്കങ്ങൾ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. പക്ഷേ ഇതിലൂടെ പ്രോസിക്യൂഷൻ പറയാൻ ശ്രമിച്ച ഒരു മോട്ടീവ് ഉണ്ട്. വൈരാഗ്യം ഒരു കുറ്റകൃത്യത്തിന് കാരണമായോ എന്നത് കോടതി ഇഴകീറി പരിശോധിക്കേണ്ടതായിരുന്നു എന്നാണ്. വിചാരണ കോടതി ഇതിൽ ദിലീപിന് നൽകിയ ആനുകൂല്യം ഹൈക്കോടതി പുനഃപരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ കേസിന്റെ ചിത്രം തന്നെ മാറിയേക്കാം. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്നത്. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾക്ക് സാധിച്ചോ എന്ന സർക്കാരിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. പൾസർ സുനി എന്ന 1-ാം പ്രതിക്ക് ശിക്ഷ ലഭിച്ചു എന്നതും ശരിയാണ്. പക്ഷെ അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ള ആശങ്ക പ്രോസിക്യൂഷൻ അപ്പീലിലൂടെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസ് വെറും ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല, ഇത് അതിജീവിതയുടെ വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ്. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളിലെ പാളിച്ചകൾ ഹൈക്കോടതി തിരുത്തുമോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോഴും സത്യം ചെയ്യിക്കണം എന്നതിലാണ് നമുക്ക് വിശ്വാസം. എന്തായാലും നെടുമ്പാശ്ശേരി പോലീസ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഇനി കളി നടക്കുന്നത് ഹൈക്കോടതിയിലാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.